നവോത്ഥാന നായകർ. ലാസ്റ്റ് ഗ്രേഡിന് തയ്യാറെടുക്കുന്നവർ കേൾക്കുക, പഠിക്കുക, പരമാവധി ഷെയർ ചെയ്യുക. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യരചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുദ്വാമലയിലെ ഗുഹ, പിള്ളത്തടം ഗുഹ, ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സ്വതരേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ. മറ്റൊരു രാജ്യത്തിൻ്റെ ശ്രീലങ്ക സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ള. ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരി. മുടിച്ചൂടും പെരുമാൾ. മുത്തുക്കുട്ടി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികൾ. കണ്ണാടി പ്രതിഷ്ഠ കേരളത്തിൽ ആദ്യമായി നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെള്ള നീചൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. പന്തിഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യ. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിന്നീട് തൈക്കാട് അയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമായത്? ശ്രീനാരായണ ഗുരു. ചട്ടമ്പിസ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമ്മൂല. സർവ്വവിദ്യാധിരാജ എന്ന അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ. കാഷായ വസ്ത്രം ധരിക്കാത്ത സന്യാസി ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം രചിച്ചത് ചട്ടമ്പിസ്വാമി. ചട്ടമ്പിസ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് പന്മന. കുമാരനാശാൻ ജനിച്ച സ്ഥലം കായിക്കര. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചത് കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത കണ്ടകാവ്യം വീണപൂവ്. വീണപൂവ് ആദ്യമായി അച്ചടിച്ച മാസിക മിതവാദി. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കവിതയുടെ ഉദ്ബോധിപ്പിച്ച കവി കുമാരനാശാൻ. റെഡിമീർ വോട്ടപകടത്തിൽ മരിച്ച മലയാള കവി കുമാരനാശാൻ. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രം യുക്തിവാദി. അച്ചിപ്പുടവ സമരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പുലയരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം വില്ലുവണ്ടി സമരം. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളി. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളി. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം ബംഗാനൂർ. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകൻ പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന ആചാരഭൂഷണം. കവിതിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആനന്ദതീർത്ഥൻ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ആനന്ദമതം. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി.
സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയെക്കുറിച്ചും മാർക്സിനെക്കുറിച്ചും ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്ന. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമുപിള്ള.